Hello guys, welcome to a new vlog. Today is Women's Day. മാർച്ച് 8 വുമൻസ് ഡേ ആണ് അല്ലേ? ഇന്ന് നിങ്ങളെ ദിവസമാണ്. ഉമ്മാൻ്റെത് മായൻ്റെ. നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, നിങ്ങളെ കൂടുതൽ പണിയെടുപ്പിഞ്ഞ്. ഞാൻ മറ്റേതാണ്, ഏത് പിന്നെ മെയിൽ സോവനിസ്റ്റ്, നിങ്ങളൊക്കെ അടിമകളായിട്ട് കാണുന്ന ആ ഒരു സെറ്റപ്പാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. മനസ്സിലായില്ല? നിങ്ങളെ കടിമയാണ് എൻ്റെ. ഞാൻ അങ്ങനെ പറയുമ്പോൾ പണിയെടുക്കടി എന്ന് പറയുമ്പോൾ പണിയെടുക്കണം. അത് കേട്ടിട്ടില്ല, ഞങ്ങളാണ് മെയിൽ സോവനിസ്റ്റ്. ഏത് അങ്ങനെ പറയാൻ പാടില്ല, അതൊക്കെയാണ് മെയിൽ സോവനിസ്റ്റ്. ആ അമ്മ ചെറിയൊരു മെയിൽ സോവനിസ്റ്റാ. ആ പെണ്ണുങ്ങളോട് അങ്ങനെ പറയാൻ പാടില്ല. ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനല്ല പറഞ്ഞത്, എടീന്ന് വിളിക്കല് പറഞ്ഞു. ഞാന് എടീന്ന് ഉമ്മാനെ വിളിക്കാൻ പാടില്ല. അതല്ല, ഞാനൊരു ഇത് പറഞ്ഞതാണ്, ഒരു ഉപമ. ഇന്നെക്കാട്ടി മലയാളം ഒക്കെ അറിയാ. ഉപമ പറഞ്ഞാണ്. ഇപ്പൊ ആരോടും പറയാൻ പറ്റൂല പണിയെടുക്കടി അതാക്ക് ഇതാക്കുന്നു. രണ്ട് പെൺകുട്ടികൾ പോയണ്ടില്ലേ? പക്ഷെ ആ പെൺകുട്ടികളുടെ ഭാഗത്തും ശരിയില്ലേ? വീട്ടിൽ നിന്ന് മുടി വെട്ടാൻ പാടില്ല. മുടി വെട്ടാൻ എന്താണ് വിട്ടത്? ഓള് തെറ്റി പോന്നോനാ? ഇല്ല, ഓളെന്താ ഉമ്മാന്റെ മോളോ? അങ്ങനല്ലേ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ ആ മക്കളെ കൂട്ടത്തിലാണ്. എന്തിനാ മുടി വെട്ടാൻ പാടില്ല എന്നൊക്കെ എന്തിനാ പറയണേ? ബോംബെയിലെത്തിയോ? ബോംബെയിലല്ല, ഇവിടുന്ന് മുടി വെട്ടിട്ട് ബോംബെ പോയി, അങ്ങനെ എന്തോ ആണ്. തിരിച്ചു പോരല്ലോ? എത്തിയപ്പോ എത്തിയോ? അത് ശരി, നല്ല കോമഡിയാണോ? ഏട്ടത്തി തന്നെ എത്തിയാ? ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടി എന്തെങ്കിലും പറയാന്. എന്താ, ആരാണ് ഇത്? ഒരു കുട്ടിക്ക് നോമ്പുണ്ട്, ഒരു കുട്ടി നോമ്പ് എടുത്തിരിക്കാൻ തോന്നുന്നു. 5000 റുപ്യക്ക് മുടിയൊക്കെ വെട്ടി, ഒരാൾ 5000 റുപ്യക്ക്. പൈസ എവിടുന്ന? അതൊന്നും അറിയൂല. വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത്. വീട്ടിൽ നമ്മൾ അധികം ഇങ്ങനെ ആരോടൊന്നും പറയരുത്. ഞാനും തെറ്റിപ്പോ ഇങ്ങനെ പറയാണെങ്കിൽ. ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് ഇവരെന്നോട് പറഞ്ഞ് പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടണം എന്നൊക്കെ. ഇന്ന് വുമൻസ് ഡേന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ എടുക്കാം. ഓളെ ഫോണൊക്കെ വീണാലും എന്റെ ക്യാമറ പൊട്ടും, ഓളെ ഫോണും പൊട്ടും. ഇതിനും വലിയ തേങ്ങ ഇവർക്ക് കിട്ടിയില്ലേ? ഇതെന്ത് തേങ്ങ അത്? ഇതെപ്പോ മേടിച്ചമ്മ ഈ സാധനം? ഇത് നേരെ നിക്കണമെന്നില്ല. ഇന്ന് ഞാൻ സംഗതി കാണിച്ചാലോ, ഒരു മിനിറ്റ്, എല്ലാരും വെയിറ്റ് ചെയ്യേ. എന്താ സംഗതി? എന്താ എനിക്കറിയത്തില്ല. ഇതെന്താ സംഭവം? ഇന്ന് റീൽസ് ഉണ്ട്. വിജയനെ കണ്ടോ? മുഹമ്മദ് വിജയനെ കണ്ടില്ല? മുഹമ്മദ് വിജയനെ കാണിച്ചാ കേക്ക്. വിറ്റാണ് ഗൈസ്. വിജയ് എവിടെ? മുഹമ്മദ് വിജയനെ കാണിച്ചാ കേക്ക്. മുഹമ്മദ് വിജയ് നിസ്കരിക്കണൊക്കെ ഉണ്ട്. ഇന്നലെ പോയിട്ട് നിസ്കരിക്കണേ ഗൈസ്. വിജയ് നിസ്കരിക്കുന്നുണ്ട്. വൻ വിറ്റാ. മുഹമ്മദ് വിജയ്, ഫാത്തിമ മായ, തേങ്ങ ഉണ്ടായിരുന്നു വയ്യ. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസ് ഡേ ആയതുകൊണ്ട് നമ്മള് ഭാവീനെ എങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് ഉമ്മാന്റെ രണ്ടാമത്തെ കുട്ടി, ഡോട്ടർ, അതായത് ഫാത്തിമ ഷഹാന, ഓളും കെട്ടിയവനും 2 മക്കളും. ഒരല്ലേ ഉള്ളൂ? വേറെ അറിയണ്ടോ? അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്ത് അട ഉണ്ടാക്കണത്. പിന്നെന്താ, പിന്നെ കല്ലുമുക്കായി ഉണ്ട് ഇവിടെ. ഇതാ കല്ലുമുക്കായി ഞാൻ വാങ്ങിക്കൊണ്ടെന്നാണ് ഇപ്പം. പിന്നെ ചിക്കൻ ഉണ്ട്, അത് ഇതൊക്കെ ഉണ്ട്.
ഈ പിന്നെ മായ എന്താ ഉച്ചക്ക് ഉമ്മ കഴിക്കല്? മായ ചോറ്. ചോറുന്നു. എന്താ ഉള്ളത് ചമ്മന്തി നോക്ക്. ഇന്നലെ ഒരു ഉസ്താദ് പിന്നെ നോമ്പ് എടുക്കാത്തവർക്ക് ഫുഡ് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ അതിന്റെ ഇത് ഇല്ല ഇല്ല ഓല് വേണം എടുത്ത് തിന്നോളാം, നമ്മൾ എടുത്തെടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അങ്ങനല്ല, അങ്ങനെ എടുത്തു കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ? മായക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ല ഞാൻ അതിൽ കമന്റ് ഇട്ടിക്കണ്, ഇത് ഇങ്ങനെ ആരെടുത്തല്ല നമ്മള് പോയി എടുത്ത് കഴിച്ചോളാം. അതുമല്ല എനിക്ക് വേണമെങ്കിൽ ഇനി നോമ്പ് എടുക്കുക, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓരോരുത്തർ ഇഷ്ടമാണ്. അതെ, നോമ്പില്ലാത്തൊരു വർത്താനം അങ്ങനല്ല, എന്നൊരു ആക്കിയുള്ള ഒരു വർത്താനം. നമ്മള് ചെറിയ കുട്ടികളെ നമുക്ക് അടിച്ച് നോമ്പെടുപ്പിക്കാം, ഒക്കെ പ്രായമൊക്കെ കഴിഞ്ഞ്. അപ്പൊ നോമ്പ് നിസ്കാരമൊക്കെ സ്വന്തം തന്നെ ചെയ്യണം, ആരും പറഞ്ഞ ആരും ചെയ്യണ്ട. എന്തായാലും ഹാപ്പി വുമൻസ് ഡേ ഗൈസ്. ലേഡീസ് ഇന്ന് നിങ്ങള് ഫുൾ പണിയെടുത്തോളി. വുമൻസ് ഡേ ആക്കിട്ട് നോക്ക്, ഇന്ന് വാൾപേപ്പർ എന്താ നോക്ക്. ശിങ്കു ഒറ്റക്ക് ഞാനില്ലേ, ശിങ്കു ഒറ്റക്കാ വാൾപേപ്പറിൽ. സോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. മുഹമ്മദ് വിജയ് ഞാൻ ആ റീല് കണ്ടിട്ടുണ്ടല്ലോ, ചിരിച്ചിരിച്ച് മണ്ണ് പീക്കി. സോ ഗൈസ്, സമയം 6:15 അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഇന്നിപ്പോൾ ചെറിയമ്മൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ചെറിയമ്മനും കൂടി സെറ്റാക്കും, കാരണം ഇന്ന് വുമൻസ് ഡേ ആണ്. ഇവർ വെറുതെ ഇരിക്കട്ടെ. നോക്കൂ, ജ്യൂസ്. ദിസ് ഈസ് വാട്ടർമെലൺ ജ്യൂസ്. ദിസ് ഈസ് കട്ട്ലറ്റ്. ദിസ് ഈസ് ഇതെന്തമ്മ? കല്ലുമക്കായ്. This is Maya, you know. This is Maya's decoration, mundiri. And this one, look at here, chicken, piri chicken. Already ആയതാണ് അവിടെ. അപ്പോൾ പിന്നെ ദാ, this is കോളിക്കറി, പത്തിരി, അട. This is ഗുണ്ടു. ഒക്കെ ഉണ്ടാക്കിയിട്ടേ, ഒക്കെ ഉണ്ടാക്കിയതാണ്. വുമൻസ് ഡേടാ, അവർക്കൊരു എന്തെങ്കിലും ഒരു പവർ വേണ്ടേ? ഒരു ഹാപ്പി ആയിക്കോട്ടെ, ഒരു ഹാപ്പി ആക്കുന്നതാണ് നമ്മളൊരു വലിയ ഇത്. നമ്മ പ്ലേറ്റ് ആയിട്ട് ഇത് പ്ലേറ്റിക്ക് വെക്കണ്ടേ? അപ്പൊ ഇനി ക്യാമറമാൻ സൂക്ഷിച്ചു നോക്കൂ. ക്യാമറമാൻ എന്ത് കോമഡി അടിക്കും? ക്യാമറമാൻ സൂക്ഷിച്ചു നോക്കട്ടെ, പറ എവിടെ നോക്കണ്ടേ? അല്ല, എന്തെങ്കിലും കോമഡി അടിക്കാനാ പറഞ്ഞത്. ഈ രണ്ടെണ്ണ ക്യാമറമാന് ഇന്ന് നോമ്പുണ്ടെന്നാ പറഞ്ഞ, നെയ്യത്ത് വെച്ചിട്ടില്ല. പിന്നെ കട്ട്ലേറ്റ്, ഉപ്പ് നോക്കണമ്മ. കണ്ണാപ്പി ചായ കുടിച്ച് ചെയ്യാറിഞ്ഞോ? ചായ കുടിച്ചോ? ആ, അയച്ചോടാ. നോമ്പ് കുറിഞ്ഞ് ഇല്ലല്ലോ, നോമ്പ് അങ്ങനെ അറിയാണ്ട് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കണ്ണാപ്പി ടൗണിൽ പോയിട്ട് പുതിയ പഴയ സ്റ്റാൻഡിലാണ് അവിടെ നിൽക്കുകയാണ്. പഴയ സ്റ്റാൻഡില് നേരെ മുന്നില് പയമ്പരി പൊരിക്കണെന്ന്. ചായ അടിക്കുന്ന ടൈമായില്ലേ, പോയി ചായ പറഞ്ഞ് പയമ്പരി ഇങ്ങനെ ആവണേ ഉള്ളൂ. പകുതി ചായ പോയി കുറച്ച് ഉസ്താ കുട്ടികൾ പോയിന്ന്. അപ്പോഴാണ് ഓർമ്മ വരുന്നത് നോമ്പാണല്ലോ. കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ കൈയിട്ട് എടുത്തില്ലേ, ഇനി കുറച്ച് കമ്പനി ഉണ്ടാവും. ഹൈജീൻ പോരാ. ഇങ്ങോട്ട് എനിക്ക് ഇത് ഹോട്ടലല്ല, ഇത് ഇന്റെ പോരല്ലേ, ഞാനാ തിന്നണേ. ഹൈജീൻ തന്നെ വൃത്തി. സാധാരണ പോരല്ലേ എല്ലാരും എങ്ങനെയല്ലേ ചെയ്യല്? ചായ കൊടുക്കൂല, ഗ്ലൗസ് വാങ്ങേണ്ടി വരും ഇനി. ചെറുപ്പൊന്നല്ലോ, ഓലിപ്പോ ഇന്ന് നമ്മളെ ഇതാക്കാൻ വന്നല്ലേ. പക്ഷെ ഇത് അൺബിലീവബിൾ ആണ് കേട്ടോ. എന്ത് കുഞ്ഞാവയാണ് ഇത് മൊത്തം ചെയ്തത്. ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി ഗൈസ്, ഇല്ലെങ്കിൽ തെളിവ് സഹിതം ഞാനിത് പിടിച്ചേനെ. ഉണ്ടാക്കാനാ? ഓക്കെ, നമ്മളിത് എന്താക്കണം, അവിടെ കൊണ്ടുവെക്കണം കേട്ടോ. നല്ല പണി മാത്രം ചെയ്താൽ പോരാ, മുന്തിരിയൊക്കെ എടുത്ത് വെച്ചോ. മുന്തിരിയൊക്കെ എടുത്ത്. ഞാൻ ക്യാമറമാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിതാ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഇത് ചെറിയ മോൻ സെറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? മുന്തിരി, വത്തക്ക, കട്ട്ലേറ്റ്, കല്ലുമ്മക്കായ്, ഓറഞ്ച്, കല്ലുമ്മക്കായ്, വത്തക്ക അല്ല കട്ട്ലേറ്റ്, വത്തക്ക, മുന്തിരി, ചെറിയ മോൻ. പിന്നെ ജ്യൂസ് തികഞ്ഞില്ല, ഞാൻ എന്താക്കും കൊണ്ടുവന്ന് വെക്കണം. പിന്നെ ഇത് അളിയൻ്റെ സീറ്റാണെന്നാണ് ഉമ്മ പറഞ്ഞത്, വേറെ ആരും ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരിപ്പം എത്തും കേട്ടോ, 5 മിനിറ്റ് കൊണ്ട് എത്തും.
ഓക്കെ സെറ്റ് അതാ മെയിൻ ഐറ്റം ഈ ക്യാരക്ക എല്ലാം ആർക്കും പ്ലേറ്റ് ഒന്നും കൊടുക്കുന്നില്ല. എടാ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ടേ വലിയ കടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നല്ലോണം അടിച്ചോ? നീയത്ത് വെച്ചിനു ഈ എപ്പോ? എന്താ നെയ്യത്ത്? എന്താ നീയത്ത് പറയും? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സെറ്റ് കഴിച്ചു. ഇതേത് കള്ളക്കാക്ക? ഓയ് ഐഫോണിൽ ആദ്യമായിട്ട് കേട്ടോ വീഡിയോ എടുക്കണേ. ഐഫോണിൽ ആദ്യമായിട്ട് അത് ഈയാണ് ഭാവി. പത്തൊക്കെ കച്ചവടാ ശരിയല്ലേ? ഓ ഇവനെ ആരപ്പത്? ഓൻ ടൂറിന് പോയതാ? നോമ്പില്ലാത്ത ഐസിനെ കയ്യോടെ പിടിച്ചു, ലൂയിനെ പിടിച്ചു. നോമ്പില്ലടാ എനിക്ക്? നോമ്പിട്ടോ? ഈ ഒന്നും തിന്നിട്ടില്ല ഇപ്പൊ? ഞാൻ ചോദിച്ചാ എന്റെ കയ്യിലെന്തോ ഇവന് നോമ്പില്ലാത്തല്ലേ? എടാ നോമ്പ് കേട്ടറാ, നോമ്പ് കേട്ടറാ. ഇതിന്റെ അടുക്ക് എനിക്ക് പച്ചമുന്തിരി എവിടെ കിട്ടി? സോ ഗൈസ് ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. നോമ്പില്ലാത്ത ഭാവി നോമ്പ് ഓർക്കുന്നുണ്ട്. നോമ്പുള്ള ചെറിയ മോൻ. പറഞ്ഞോണ്ട് മിണ്ടാണ്ടിരിക്കുക. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് എടുക്കല്ലേ? കഴിച്ച് ഇവിടെ അടി നടക്കുകയാണ്. അളിയനും ഭാവിയും ഒക്കെ പുതിയ ജനറേഷനായി. ഞാനും ഉപ്പച്ചും ഉമ്മയൊക്കെ പഴയ ജനറേഷൻ. ഞാൻ രണ്ടിലും പെടാത്ത നിങ്ങളെ അടി ഉണ്ടാക്കുന്ന ടീമില്ലല്ലേ. ഉപ്പച്ചും ഉമ്മയും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തൊട്ട ഒതു മുറിയും. ഭാവിയും അളിയനും പറയുന്നത് ഭാര്യയും ഭർത്താവും തൊട്ടാല് ഞാൻ പറയൂല. ഉമ്മ എന്താ പറയണേ? ഞാൻ ഇങ്ങനെ അഥവാ ഒന്നിങ്ങനെ തൊട്ടു എന്നെ ചോദിച്ചൊന്നും മുറിയൂല. ഇത് ഭാവി 4 കൊതു കൊടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ മേത്തൊക്കെ കിടന്നിട്ട് ഒതുണ്ട്. അത് ശരിയില്ല. അതൊരു ന്യായമായ കാര്യമാണ്. ന്യായമായ കാര്യമാണ്. ഈ കാക്കക്ക് അതും പറ്റൂല. തൊട്ടെ അല്ല, അത് വേറെ കാര്യണ്ട്. അത് അറിഞ്ഞോണ്ട് തൊടിയിക്കാണ്. എന്നിട്ട് ഒന്നെടുക്കും വീണ്ടും. ഹലോ, മുഹമ്മദ് വിജയ് വരെ നിസ്കരിച്ച്. മുഹമ്മദ് വിഷ്ണു, മുഹമ്മദ് വിജയ് നിസ്കരിച്ചിങ്ങനെ. മുഹമ്മദ് വിഷ്ണു എണീച്ചോ? വാ പോരി നിസ്കരിക്കുക. ഒന്നും എടുക്കാനറിയോ? എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടാ. ഐസി വരെയാ? എവിടെ ഐസി? എവിടെ ഐസി? നിസ്കരിക്കാന് നിസ്കരിക്കോ? എന്നാ ചെല്ല്. ഓക്കെ ഓക്കെ. വീഡിയോ അവസാനിപ്പിച്ചാലോ? വലിയ അടി കാണിക്കണം എന്നില്ലല്ലോ? വേണ്ടല്ലേ? ഞാൻ കാണിച്ചത് ഓൾറെഡി. അപ്പോൾ ഗൈസ് അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.